ജിമ്മി ജെയിംസ്, ഇപ്പോൾ ഭാരതാംബ വിവാദം കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രജിസ്ട്രാറുടെ കാര്യത്തിൽ സിൻഡിക്കേറ്റ് ഒരുമിച്ചൊരു തീരുമാനമെടുക്കുന്നു. അത് ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിന് തീരുമാനം നടപ്പായി എന്ന് പറയുന്നു. പക്ഷേ അത് സാങ്കേതികമായി നിൽക്കില്ല എന്ന VCയും പറയുകയാണ്. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പ് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചെറുത്തുനിൽപ്പായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും നിയമത്തിൻ്റെ നൂലാമാലകളിൽ തട്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളാണ്. ഒരു കൂട്ടർ പറയുന്നു VC ആണ് യോഗം വിളിക്കേണ്ടത്, VC യോഗം പിരിച്ചുവിട്ടാൽ യോഗം അവസാനിച്ചു. അങ്ങനെയല്ല, VCക്കല്ല, ഞങ്ങൾക്കാണ് അധികാരം സിൻഡിക്കേറ്റ്. ഇത് മുഴുവൻ നിയമത്തിൻ്റെ നൂലാമാലകളാണ്. അത് കോടതിയിൽ തീരുമാനിക്കട്ടെ, അതിലേക്ക് വരാം. പക്ഷേ വിഷയം ഇവിടെ രാഷ്ട്രീയമാണ്. RSS ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് ഇന്ത്യയുടെ പൊതുചിത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം രാജേന്ദ്ര ആർലേക്കർ നടത്താൻ ശ്രമിക്കുന്നു. അതിനെ എതിർക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു. ഇന്നലെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് KSU ആ സമരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. വിഷയം രാഷ്ട്രീയമാണ്. ഇത്തരം ചിഹ്നങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നേരത്തെ മുതലുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നപ്പോൾ നമ്മൾ കണ്ടു ഒരാളൊരു കുന്തമായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് അതാണ് രാജ്യത്തിൻ്റെ ഇനി മുതൽ അധികാരത്തിൻ്റെ ചിഹ്നം, ഒരു ചെങ്കോൽ. അത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി എതിരിടാനുള്ള ഒരു പാർട്ടിയുടെ തീരുമാനം, ഇടതുമുന്നണിയുടെ തീരുമാനം, അതിനോടെ ഞാൻ അംഗീകരിക്കുകയാണ്. അത് രാഷ്ട്രീയമാണ്. അങ്ങനെ തന്നെ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. വിഷയം രാഷ്ട്രീയമാണെങ്കിൽ ഭാരതാംബ വിവാദത്തിൽ ഞാൻ ഇടതുമുന്നണിക്കൊപ്പമാണ്, ഇടതു പാർട്ടികൾക്കൊപ്പമാണ്. പക്ഷേ വിഷയം ഇവിടെ രാഷ്ട്രീയമല്ല. ഒരു സർവകലാശാലയിലെ ഒരു പരിപാടി നടക്കുന്നു. അത് സർവകലാശാലയിൽ നടക്കുന്നു എന്നല്ലാതെ സർവകലാശാലയിലെ പരിപാടിയല്ല. ഒരു ഹാൾ വാടകയ്ക്ക് നൽകുക മാത്രമാണ് കേരള സർവകലാശാല ഇവിടെ ചെയ്തത്. നടന്നതൊരു സ്വകാര്യ പരിപാടിയാണ്. ആ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയോ കേരള യൂണിവേഴ്സിറ്റിയുടെയോ ഒക്കെ ഏത് നിയമാവലിയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു ഹാൾ വാടകയ്ക്ക് കൊടുത്താൽ അത് മതപരമായ പരിപാടികൾക്ക് നടത്താൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം ഒരു ദേവിയുടെ ചിത്രമാണ് എന്ന് പറഞ്ഞ് തർക്കിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ ഹൈക്കോടതിയിൽ പോയി മുട്ടുവിറച്ച് കോടതിയുടെ പറയുന്നത് മുഴുവൻ കേട്ട് മിണ്ടാതെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊന്നും വാദിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയല്ല. ഇവിടെ ഒരു ഹാള് വാടകയ്ക്ക് കൊടുക്കുന്ന, കല്യാണ മണ്ഡപം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാൾ അവസാനം കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയാണ് ഇങ്ങനല്ല കെട്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയാണെന്ന് വിചാരിച്ച് ചാടിക്കയറി അത് തടയാൻ നിൽക്കുന്നത് എന്ത് ആവേശത്തിന് പുറത്താണ്? ഇതൊരു സ്വകാര്യ ചടങ്ങല്ലേ. ആ സ്വകാര്യ ചടങ്ങ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയണമെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ആ യുദ്ധം വീണ്ടും വ്യാപിച്ചുകൊണ്ട് പോകുന്നത് ഒരു കാരണവശാലും ശരിയില്ല. വിദ്യാർത്ഥികളെ ഭാവി വെച്ചാണ് കളിക്കുന്നത്. ഈ വൈസ് ചാൻസലർ, ഈ ചാൻസലർ സർവകലാശാലയുടെ പരിപാടിക്കകത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കും. പക്ഷേ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഉടമസ്ഥൻ്റെ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നത് പ്രശ്നം ഉണ്ടാക്കുന്നു. ആരാണ് പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് വരുന്ന മുഖ്യ അതിഥി? സർവകലാശാലയുടെ ചാൻസലറാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ഒരു റോളുമില്ലാത്തൊരു പരിപാടിയിൽ ആവേശം മൂത്തിട്ട് 2 ദിവസം മുമ്പ് CPI മന്ത്രി ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവേശം കയറി നിങ്ങളിത് തടയുന്നു. വരുന്നത് ചാൻസലറാണ്. ആ പരിപാടി ഇവിടെ വെച്ച് പറ്റില്ല എന്ന് രജിസ്ട്രാർ പറയുകയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ വലിയൊരു നടപടി അദ്ദേഹം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിൽ നടന്ന വലിയ വാദപ്രതിവാദങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, രജിസ്ട്രാർ മുതൽ മുകളിലുള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാനോ നടപടിയെടുക്കാനോ ഉള്ള അധികാരം മുഴുവൻ സിൻഡിക്കേറ്റിനാണ്. അതല്ലാതെ സർവകലാശാല വൈസ് ചാൻസലർക്കല്ല. സമ്മതിച്ചു. സെക്ഷൻ 10-14 അനുസരിച്ചാണ് ഇത് പറയുന്നത്. സെക്ഷൻ 10-13 കൂടിയുണ്ട്. അതിനകത്ത് പറയുന്നു ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നില്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ എല്ലാ അവകാശങ്ങളും വിനിയോഗിക്കാം. ഏതാണ് ആ അത്യാവശ്യ ഘട്ടം? ആ അത്യാവശ്യ ഘട്ടം ഏതാണെന്ന് വൈസ് ചാൻസലർക്ക് തീരുമാനിക്കാം. ആ അത്യാവശ്യ ഘട്ടം ഏതാണെന്ന് വൈസ് ചാൻസലർക്ക് തീരുമാനിക്കാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ സിൻഡിക്കേറ്റ് അപ്പോൾ യോഗം ചേരുന്നില്ലെങ്കിൽ ആ തീരുമാനം സിൻഡിക്കേറ്റിൻ്റെ മുഴുവൻ അധികാരങ്ങളും വൈസ് ചാൻസലർക്ക് ഉപയോഗിക്കാവുന്നതാണ്. സെക്ഷൻ 10-13. അതിനുശേഷം എന്താ പറയുന്നത്? അതേ സെക്ഷൻ 10-13 തന്നെ ഈ തീരുമാനങ്ങൾ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ അറിയിക്കണം. ഇന്ന് ഈ ബഹളം മുഴുവൻ കഴിഞ്ഞ് ഇടതുമുന്നണിയുടെ ആൾക്കാർ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ? അത് റാറ്റിഫൈ ചെയ്യണമെന്നാണ്. അതായത് വൈസ് ചാൻസലർ തീരുമാനമെടുത്താൽ ആ തീരുമാനം പിറ്റേ ദിവസം വന്ന് സിൻഡിക്കേറ്റിനെ അറിയിച്ചിട്ട് അത് റാറ്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സെക്ഷനില്ല. സെക്ഷൻ 10-13 വായിച്ചു നോക്കിക്കോളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞത് നുണയാണ്. വൈസ് ചാൻസലർക്ക് അത് ചെയ്യാം. വൈസ് ചാൻസലർക്ക് വളരെ വിപുലമായ അധികാരപരിധിയുണ്ട്. എന്തിന്? ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ്, യോഗത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇവരെ വൈസ് ചാൻസലറാണ്. 2 മാസത്തിൽ ഒരിക്കലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത്. അത് വൈസ് ചാൻസലർ തീരുമാനിച്ചാൽ മതി വിളിക്കാൻ. ഇനി ഒരു യോഗം നടക്കുകയാണ്, വൈസ് ചാൻസലർ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർ പറഞ്ഞു യോഗം പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ
അത് പറ്റില്ല എന്നാണ് പറയുന്നത്. സ്പീക്കർ ഒരു കേരള നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ പറഞ്ഞു യോഗം പിരിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു പക്ഷം പറയണം, അല്ല സ്പീക്കറുടെ താഴെയുള്ള ആരെങ്കിലും ഒരാൾ, സ്പീക്കർക്ക് താഴെയുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരാരെങ്കിലും യോഗം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? സ്പീക്കറാണ്. അതുപോലെയാണ് സിൻഡിക്കേറ്റിൻ്റെ ഒരു യോഗം നടക്കുമ്പോൾ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലറുടെ അഭാവത്തിൽ യോഗം വിളിക്കാമെന്നും ആ യോഗം നടത്തിക്കൊണ്ടു പോകാമെന്നും നിയമമുണ്ട്. പക്ഷേ ഒരു വൈസ് ചാൻസലർ യോഗം വിളിച്ചാൽ ആ യോഗം അദ്ദേഹം പിരിച്ചുവിട്ടാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ നിയമം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതൊക്കെ നിയമത്തിൻ്റെ നൂലാമാലയാണ്. പ്രശ്നം രാഷ്ട്രീയമാണ്. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനകത്ത് കൊണ്ടുവന്ന് അത് വൈസ് ചാൻസലറുമായുള്ള യുദ്ധമാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിനെ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാനല്ല, ആവശ്യമായ ഘട്ടങ്ങൾ രാഷ്ട്രീയം കളിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിനെയാണ് നിങ്ങളെടുത്ത് ഇതിനകത്തേക്ക് എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും? ഇന്ന് മുതൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നല്ല, 2 ദിവസമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. നാളെ ഹൈക്കോടതിയിൽ ഇത് പോകും. കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 2 അഫിഡവിറ്റുകൾ ഉണ്ടാകും. അപ്പോൾ കോടതി ചോദിക്കും നിങ്ങൾ ആരാ ശരിക്കുള്ള യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കും. അങ്ങനെ അടക്കമുള്ള ഇനിയുള്ള വലിയ തമാശ. അഫിഡവിറ്റ് തേടിയിരിക്കുന്ന വിസിയിൽ നിന്നാണ്. കേട്ടില്ല. അഫിഡവിറ്റ് കൊടുക്കേണ്ടത് വിസിയാണ്. അഫിഡവിറ്റ് കൊടുക്കേണ്ടത് വിസിയാണ്. പക്ഷേ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇടതുമുന്നണിയുടെ ആളാണ്. സ്റ്റാൻഡിംഗ് കൗൺസിലിന് പകരം ഇന്ന് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് വേറൊരു അഭിഭാഷകനെ വിസി കൊണ്ടുവരുമെന്ന്. അപ്പോൾ നാളെ ശരിക്കുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ള ചോദ്യത്തിൽ തുടങ്ങും. ഇനി അങ്ങോട്ട് യുദ്ധമാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ സിൻഡിക്കേറ്റിനെ വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് പരീക്ഷ നടത്താനും സിലബസുകൾ പരിഷ്കരിക്കാനും വിദ്യാർത്ഥികളുടെ മാർക്ക് പ്രസിദ്ധീകരിക്കാനുമാണ്. ആ സമയത്ത് ഇല്ലാത്ത ഒരു ഇഷ്യൂവിനെ എടുത്തു വെച്ച് ഇത്രയും കുളമാക്കേണ്ട കാര്യം എന്താണ്? ഇനി അങ്ങോട്ട് എത്ര നാളാണ് ഇത് പോകാൻ പോകുന്നത്? രാഷ്ട്രീയമാവാം, പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ചെലവിലാവരുത്. ഞാൻ പറഞ്ഞല്ലോ, രാജേന്ദ്ര ആർലേക്കർ RSSൻ്റെ ചിഹ്നം എടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ രാഷ്ട്രീയമായി എതിർക്കണം. കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കൊണ്ടുവന്നാൽ അത് രാഷ്ട്രീയമായി എതിർക്കണം. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങിൽ ആർലേക്കർ അത് ചെയ്തത് അത് സർവകലാശാലയുടെ ഹാളിലായിപ്പോയി എന്ന് പറഞ്ഞ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് കേട്ട് ചാടിപ്പടഞ്ഞ് രജിസ്ട്രാർ ചാൻസലറെ തടയാൻ ശ്രമിക്കുക പരമാബദ്ധമാണ്. എന്ന് മാത്രമല്ല, ഒരു ട്രാക്ക് റെക്കോർഡ് എന്താ? ഈ പ്രശ്നം മുഴുവൻ വൈസ് ചാൻസലർമാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ വിഷയം. ചാൻസലർ. അപ്പോൾ വൈസ് ചാൻസലർ ആണെങ്കിൽ അധ്യാപകരെയും മറ്റും നിയമിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കൈകടത്തലും. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഗാന്ധി യൂണിവേഴ്സിറ്റി എത്ര കാലമായി? കോട്ടയം യൂണിവേഴ്സിറ്റി എത്ര കാലമായി? ഓരോ കാലത്തും അവരവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കലാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ടുള്ള രീതി. അതിൻ്റെ പേരിലല്ലേ ഈ അടി മുഴുവൻ നടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു BJP-കാരൻ വന്ന് BJP-കാരെ തിരികുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മളത് എത്ര കാലമായി കാണുന്നതാണ്. ഒരു ചെറിയ കഥ ഓർമ്മിക്കാം. 2008 കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് നിയമനം ഉണ്ടായി. 150 പേർക്കാണ് നിയമനം നടത്തിയത്. ആ 150 നിയമനങ്ങൾ ഒരു 120 വ്യാജമാണെന്ന് പറഞ്ഞ് കേസ് പോയി. ആദ്യം ഇത് പോയത് ലോകായുക്തയിലാണ്. ഉപലോകായുക്തയിലും ലോകായുക്തയിലും ഈ കേസ് പോയി. ആ പരീക്ഷയുടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും പിന്നെ ഒരു ഉത്തരക്കടലാസ് പോലും പിന്നെ ആരും കണ്ടിട്ടില്ല, കാണാനില്ല. ലോകായുക്ത, ഉപലോകായുക്ത, ലോകായുക്ത, അത് കഴിഞ്ഞ് കോടതി, ഇവരെല്ലാം കേസ് അനുകൂലമായി വിധിച്ചു. അവസാനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അവസാനം വിധി പറയുകയാണ്, ഇത്രയും കാലം, അതൊക്കെ 10-15 വർഷമായി, ഇത്രയും കാലമായില്ലേ, എന്നാൽ പിന്നെ കുട്ടികൾ തുടരട്ടെ എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടു. ഇപ്പോൾ ഇത് വീണ്ടും ഡിവിഷണൽ ബെഞ്ചിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഭരിച്ചു മുടിച്ച തോന്നിയവാസം കാണിച്ച ഒരു ചരിത്രം കേരള സർവകലാശാലയ്ക്കുണ്ട്. ഇപ്പോൾ പക്ഷേ ഇത് നടക്കില്ല. കാരണം PSCക്കാണ് ഇത് വിട്ടിരിക്കുന്നത്. PSC ആണ് കേരള യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്മാരുടെ നിയമനം നടത്തുന്നത്. UDF സർക്കാരാണ് ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. അതുപോലെ അധ്യാപകരുടെ നിയമനം കൂടെ PSCക്ക് അന്നേ വിട്ടിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരും മച്ചമ്പിമാരും മക്കളും ഒന്നും ഓരോരോ പൊസിഷനിൽ എത്തുമായിരുന്നില്ല. അതൊക്കെയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയം കളിക്കാം, പക്ഷേ അത് വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, ഇവിടുത്തെ അക്കാഡമിക് സമൂഹത്തിൻ്റെ നെഞ്ചത്ത് കയറിയാവരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ആർലേക്കറുടെ പേരിൽ, ഭാരതാംബയുടെ പേരിൽ നിങ്ങളൊരു വലിയ അക്കാദമിക് സമൂഹത്തോട് വളരെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുത്തുനിൽപ്പാണോ? ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. പക്ഷേ ആ ചെറുത്തുനിൽപ്പിന് യാതൊരു അർത്ഥവുമില്ല, അതിനൊരു പ്രസക്തിയില്ല. ഇങ്ങനല്ല, യൂണിവേഴ്സിറ്റിക്കകത്തല്ല ഇത് ചെയ്യേണ്ടത്. ശരി.